കഴിഞ്ഞ ദിവസം ഈ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ചില പ്രതികളുണ്ട്. അത് കൊല്ലം കടക്കലിലാണ്. തെളിവെടുപ്പിനിടെയാണ് അവർ കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. അവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തെരച്ചിലിനായി കൂടുതൽ പോലീസ് നിർത്തുകയാണ്. കുപ്രസിദ്ധ മോഷ്ടാക്കളായ അയ്യൂബ് ഖാനും മകൻ സൈദലവിയുമാണ് പോലീസിനെ വെട്ടിച്ച് കടന്നത്. അരുൺ രാജ വാർത്തകൾ വിളിച്ചിരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൈവിലങ്ങുമായി ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കാൻ പറ്റും എന്നാണോ കരുതണ്ടേ? ഗുഡ് മോർണിംഗ് ഹാഷ്മി. സ്മിത, ഇന്നലെ പുലർച്ചെ 4:30 ഈ പ്രതികൾ ഈ പോലീസിനെ വെട്ടിച്ച് കൈവിലങ്ങുമായി കടന്നു കളഞ്ഞത്. അച്ഛനും മകനുമാണ്. കുപ്രസിദ്ധ മോഷ്ടാക്കളായ അയ്യൂബ് ഖാനും സെയ്ദലവിയും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ വയനാട് നിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് ഈ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഈ തിരുവനന്തപുരത്തേക്ക് പാലോടിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് മൂത്രമൊഴിക്കാനെന്ന വ്യാജന പുറത്തിറങ്ങിയ പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയും 24 മണിക്കൂർ കഴിഞ്ഞു, 28 മണിക്കൂറാകുന്നു. പക്ഷേ ഇതുവരെയും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ സ്ഥലത്ത് ഡ്രോൺ അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് പോലീസ് കുറച്ചുകൂടി അഡ്വാൻസ് ആയ ഒരു മെത്തേഡ് സ്വീകരിക്കുകയാണ്. കൂടുതൽ പോലീസിനെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സ്നിഫർ ഡോഗുകൾ എന്നിവയടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ്. അത് ഓയിൽ ഫാം അടക്കമുള്ള കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ ശ്രമം. പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് 2 പ്രതികളെയും ഒരു കൈവിലങ്ങിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ദൂരം ഈ പ്രതികൾക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 2 പ്രതികളും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയായിരിക്കാം. ആ ഒളിസങ്കേതം ഏത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഓയിൽ ഫാം അടക്കമുള്ള സ്ഥലങ്ങൾ കൂടുതൽ വലിയ ഈ കാടടക്കമുള്ള സ്ഥലങ്ങളാണ്. ഒളിച്ചിരിക്കാൻ ഒരുപാട് ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ കൂടുതൽ പരിശോധന എത്തുന്ന മുറയ്ക്കായിരിക്കും ഇതിന്റെ പ്രതികളെ കണ്ടെത്താൻ കഴിയുക. പക്ഷേ പോലീസ് ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്ന്. എന്തായാലും കുപ്രസിദ്ധ മോഷ്ടാക്കളാണ് പോലീസിനെ വെട്ടിച്ച് ഇന്നലെ പുലർച്ചെ 4:30 കടന്നു കളഞ്ഞത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.